സോ ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓപ്പോ A31 കോംബോ ആണ് ഫോൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സിം ട്രേ റിമൂവ് ചെയ്യാം. സിം ട്രേ റിമൂവ് ചെയ്തിട്ട് എല്ലാം നേരം പോലെ റിമൂവ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. സോ നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ അയച്ചു, എല്ലാ സംഭവങ്ങളും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം നേരെ നോക്കിയിട്ട് അതിലിടുക. ഇനി നമുക്ക് അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാം. സാധാരണ മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് കിട്ടാത്തൊരു സംഭവമാണ് അതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ കിട്ടുക എന്ന് പറഞ്ഞാൽ. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, ബട്ട് ഷോപ്പിൽ പോയാൽ അത്രയും പെട്ടെന്നൊന്നും ഒറിജിനൽ ഡിസ്പ്ലേ കിട്ടാറില്ല. അവർ സർവീസ് പാക്ക് കോംബോ പറഞ്ഞിട്ട് ആണ് ഡിസ്പ്ലേ ഇടാറുള്ളത്. സോ നമുക്ക് എല്ലാ സ്ക്രൂവും കാര്യങ്ങളും അയച്ചു. ഇനി നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യണം. ഏത് കണ്ടീഷനിൽ ഫോൺ വന്നാലും നമ്മൾ ആദ്യം ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി നമ്മൾ ഈ ഫിംഗറും കാര്യങ്ങളുള്ള സംഭവം ഷോർട്ടായി പോകും. സോ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് അയക്കാതെ ഫോണായതുകൊണ്ട് ബാറ്ററി നല്ലൊരു ടൈറ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് ലിക്വിഡും കാര്യങ്ങളും അതിലിട്ട് റിമൂവ് ചെയ്യാം. സോ കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 സൈഡിലുള്ള കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, സാധനങ്ങളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പഴയ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് നമ്മളടുത്തുള്ള പുതിയ കോംബോ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഏത് സംഭവമാണെങ്കിലും നമ്മളെപ്പോഴും ധൃതി കൂട്ടാതെ ആക്കം പോലെ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് അതിൻ്റെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക എന്നതാണ്. മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വല്ലാതെ പ്രസ് ചെയ്യാതെ ക്ലീൻ ചെയ്യുക. വല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ഫ്രെയിം ചെറുതായിട്ടൊന്ന് മുറിയേ പൊട്ടി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗമ്മിട്ടാലും സൈഡിൽ കൂടെ ആ ബ്രൈറ്റ്നെസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. സോ നമ്മൾ എല്ലാ മൂലയും കോർണറൊക്കെ നേരം പോലെ ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം കോംബോയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നത്, ഇതിൽ 4 സൈഡിലും ഒരു ചെറിയ സേഫ്റ്റി സാധനങ്ങളുണ്ടാവും. പലപ്പോഴും ആൾക്കാർ അത് റിമൂവ് ചെയ്ത് കഴിയലാണ്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാതെ നിൽക്കുക. ഇപ്പോൾ നമ്മളത്തുള്ള കോംബോ 100% ഒറിജിനൽ ഇതിൻ്റെ കൂടെ വരുന്നൊരു കോംബോ ആണ്. സോ നമുക്കത് ഇട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും നോക്കേണ്ടത് തന്നെയാണ്, കോംബോ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പിന്നെ അത് നമുക്ക് ഇന്നത്തെ ടൈമിൽ പേസ്റ്റിംഗ് വയറിങ് കൂടി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വന്ന കോംബോ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ നോക്കിയതിന് ശേഷം മാത്രം ആ കോംബോ അതിൽ ഫിക്സ് ചെയ്യുക. സോ നമ്മൾ മൊത്തം ഓണാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നേരം പോലെ നോക്കാം. ഓണാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇറങ്ങിയ ടൈമിലുള്ള ഒരു നല്ലൊരു ഫോണാണ് ഓപ്പോ A31. അപ്പോൾ ഈ 5G ഫോൺ ഇറങ്ങിയതുകൊണ്ട് ചെറിയൊരു ലാഗ് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സോ അങ്ങനെ ഡിസ്പ്ലേ ഓണായി കഴിഞ്ഞ് നമുക്ക് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നേരം പോലെ ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ 4 സൈഡിലും വളരെ കുറച്ച് ഗമ്മ് മാത്രമേ ഇടാവൂ. കൂടുതൽ ഗമ്മ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ മഞ്ഞപ്പാട് എന്തായാലും വരും. സോ എത്ര കുറവാണോ ഇടാൻ പറ്റുന്ന വെച്ചാൽ അത്ര കുറവ് ഇടുക. എന്തായാലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോംബോ മാറ്റിയതായിട്ട് ക്ലിയറായിട്ട് തോന്നില്ല. കാരണം 4 കോർണറും അത്രയ്ക്കും ക്ലിയർ ആയിട്ടായിരിക്കും ഫിറ്റിംഗ് ഉണ്ടാവുക. എല്ലാം കഴിഞ്ഞ ശേഷം അടിഭാഗത്തും ചെറുതായിട്ടൊന്ന് ഗമ്മിടുക. കാരണം അടിയിലാണ് ആ സ്ട്രിപ്പ് വരിക. അവിടെ എന്തെങ്കിലും പൊന്തലും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീടത് ഡിസ്പ്ലേയിൽ ലൈനും കാര്യങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പല കസ്റ്റമർക്കും അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ
അതിനിപ്പോൾ കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സംഭവം കിട്ടുക. അപ്പോൾ എന്തായാലും അടിയിൽ ചെറുതായിട്ട് കമ്മ് എന്തായാലും ഇടാൻ നോക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്യുക, 4 പുറമൊന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. നമ്മളൊരു 2 മിനിറ്റ് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ടേക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിരുന്നു. ഇപ്പോൾ അവർ കോമ്പോ കാര്യങ്ങളായപ്പോൾ അവർ പോയി. സോ 2 മിനിറ്റ് 3 മിനിറ്റ് വരെ റബ്ബർ ബാൻഡ് ഇട്ടേക്കുക. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. കാരണം നമ്മൾ അപ്പം തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഗമ്മും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. സോ ഒരു 2 മിനിറ്റ് 4 മിനിറ്റ് എന്തായാലും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതിന് ശേഷം മാത്രം റബ്ബർ ബാൻഡ് എടുക്കുക. സോ നമുക്ക് 2 മിനിറ്റ് വെക്കാം. സോ 2 മിനിറ്റിന് ശേഷം റബ്ബർ ബാൻഡ് എടുക്കുക. ഇതിങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ 4 സൈഡൊന്നും നേരം പോലെ ക്ലീനായിട്ട് ഒട്ടിട്ടുണ്ടാവും. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ല. പിന്നെ നമുക്ക് നേരം പോലെ ഫിക്സ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഇടാം. റബ്ബർ ബാൻഡ് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഫിംഗർ ഇടണം. ഫിംഗർ ഇട്ടതിന് ശേഷം മേലത്തെ ആ ബോഡിയും കൂടി ഇട്ട് സ്ക്രൂ ചെയ്ത് വെക്കാം. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഫോണും ബുക്കിൻ്റെ മേലോ വേറെ എന്തെങ്കിലും അതിൻ്റെ മേലെ വെച്ചിട്ടും സ്ക്രൂ ചെയ്യരുത്. കാരണം പുതിയ ഡിസ്പ്ലേ ആകുമ്പോൾ വല്ലാതെ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ലൈൻ വരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഫോൺ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രൂവും കാരണം ഫിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ വല്ല പ്രശ്നം വന്നാൽ വാറൻറ്റിയും കാര്യങ്ങൾ പോട്ടെ, നമുക്ക് തന്നെ വലിയ ലോസാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ക്രൂ ചെയ്യുകയാണെങ്കിലും നേരെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യുക. സോ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നു. ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാം. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങൾ മാറ്റാൻ പോകുമ്പോൾ കോർണർ ഡിസ്പ്ലേനേക്കാളും കൂടുതൽ ഒറിജിനൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ സർവീസ് പാക്ക് ഡിസ്പ്ലേ ഇതൊക്കെ നമുക്ക് ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ കാലത്തേക്ക് കംപ്ലൈൻറ്റ് വരില്ല. കാരണം അതിൻ്റെ ഡിസ്പ്ലേയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വരുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ക്ലാരിറ്റിയിലും വലിയ മാറ്റം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഉള്ളത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ഉണ്ടായിരുന്ന അതേ ക്ലാരിറ്റി ആയിരിക്കും ഇതിലുണ്ടാവുക. സോ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ സിം മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ ഔട്ട്ഡോർ സ്വിച്ചിനും പ്രശ്നമാണ്. കാരണം പൊട്ടിക്കിടക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടേ സ്വിച്ച് ഇടുമ്പോൾ ഒന്ന് നേരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. സോ ഒരു സൈഡത്തെ സ്വിച്ച് ഇടുക. ഓക്കെ, യൂസർ വഴി നോക്കിയിട്ട് അതിൻ്റെ പവർ സ്വിച്ച് ഒന്ന് റെഡിയാക്കുക. അത് സ്വിച്ച് എന്തായാലും നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ആ റബ്ബറും കാര്യങ്ങളും പോകുന്നതോട് അത് നമുക്കിന്ന് ഇങ്ങനെ വേണം ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, 4 പ്രസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ഡിസ്പ്ലേ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഡിസ്പ്ലേ ഫിറ്റിന് ശേഷം തന്നെ വാങ്ങിച്ച സ്ക്രീൻ ഗാർഡ് ഇടാതിരിക്കും. ഇപ്പോൾ മിക്ക ഷോപ്പിൽ എന്താ വെച്ചാൽ റബ്ബർ ബാൻഡ് ഇട്ട് തരും. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി, 3 മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്താൽ മതി. അത്ര ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം അരമണിക്കൂർ 3/4 മണിക്കൂർ അതിൽ നമ്മൾ കോമ്പോ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് ഒട്ടി നിൽക്കും. സോ എല്ലാ പ്രാവശ്യം നമ്മൾ ഡിസ്പ്ലേ മാറ്റാൻ പോകുമ്പോൾ അവിടെ തന്നെ സ്ക്രീൻ ഗാർഡ് ഇട്ട് വരുന്നതാണ് നല്ലത്. കാരണം നമ്മളിനി പിന്നീട് ഇടാൻ വിചാരിച്ച് നിൽക്കുമ്പോൾ അറിയാതെ എന്തെങ്കിലും വീണ് പൊട്ടേ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പിന്നെ പ്രശ്നം തന്നെയാണ്. സോ എല്ലാ പ്രാവശ്യം ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം അവിടുന്ന് തന്നെ സ്ക്രീൻ ഗാർഡ് ഇടാൻ നോക്കുക. സോ നമ്മൾ അതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഇടുന്നു.